ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതെല്ലാം വെച്ചിട്ടാണ് ക്രാഫ്റ്റിംഗ് വർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ നമ്മൾ ഫോൺ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. 3 എണ്ണം നമ്മൾ ഇതിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് വരച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കവറും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് 3 എണ്ണം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇത് 3ഉം അതിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പറിൽ നിന്നും നീളത്തിലുള്ള വീതി കുറഞ്ഞ പീസുകളാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെയാണ് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ന്യൂസ് പേപ്പർ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള 3 ഫ്ലവറാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അത് 3 നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ നിന്നും ഇതുപോലെ ഇലകളും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾക്കും ഇലകൾക്കും നമ്മളൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇലകളിലാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇലകളെല്ലാം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഫ്ലവർ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയകൾ നമ്മുടെ ചാനലിലുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചതെല്ലാം നമുക്കൊന്ന് ഉണങ്ങാനായി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. വൂളൻ ത്രെഡ് വെച്ച് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫ്ലവറിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാണ്. അതിനുശേഷം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ അതെല്ലാം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. 3 ഇലകൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിന്റെ നടുക്കായിട്ട് നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 എണ്ണത്തിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് കവറിന്റെ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ ഇവിടെ ആയിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ അതിനടിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുഴുവനായും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.